ഗിരിയേട്ടാ. അവിടെ വെച്ചേക്ക്. അതെ, ഞാനൊന്ന് മുഖം കഴുകിയിട്ട് ഒന്ന് കാപ്പി പിടിച്ചോളാം. ഗിരിയേട്ടാ, ഗിരിയേട്ടൻ എന്തിനാ എന്നെ ഇങ്ങനെ ശിക്ഷിക്കുന്നത്? ശിക്ഷിക്കേ? പിന്നല്ലാതെ. ഗിരിയേട്ടൻ എന്നിൽ നിന്നും മനഃപൂർവ്വം അകലം പാലിച്ച് നടക്കാന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാൻ ചെയ്ത എന്തോ തെറ്റിന് ഗിരിയേട്ടൻ എന്നെ ശിക്ഷിക്കാന്നാ എനിക്ക് തോന്നുന്നത്. എനിക്കാരെയും ശിക്ഷിക്കാനുള്ള ഉദ്ദേശമൊന്നുമില്ല പ്രീതി. തെറ്റ് എന്റെ ഭാഗത്താണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. പക്ഷേ നടന്നതൊരു തെറ്റാണെന്ന് എന്നെ പോലെ തന്നെ നീ മനസ്സിലാക്കണം. അതിനാവശ്യമില്ലാത്ത അർത്ഥങ്ങൾ ചിന്തിച്ചു കൂട്ടി മനക്കോട്ടകൾ കെട്ടരുത്. എന്റെ ജീവിതത്തിൽ ഒരു പെണ്ണേ ഉള്ളൂ, അത് മഞ്ജുവാണ്. എനിക്കത് അറിയാം ഗിരിയേട്ടാ. ശരിക്കും അറിയോ? പക്ഷേ പലപ്പോഴും പ്രീതിയുടെ പെരുമാറ്റം കാണുമ്പോൾ ഈ വീട്ടിലും എന്റെ മീതയും അധികാരം സ്ഥാപിക്കാൻ ഓരോന്ന് ചെയ്യുന്നത് പോലെ തോന്നും. എനിക്കങ്ങനെ ഒരു ഉദ്ദേശമില്ല ഗിരിയേട്ടാ. ഇത് എന്റെയും കൂടെ കുടുംബമായിട്ടാ ഞാൻ കാണുന്നത്. അത് തകർക്കാൻ ഞാൻ എന്തേലും ചെയ്യോ? പ്രീതി ഇത് സ്വന്തം കുടുംബമായിട്ട് കാണുന്നത് തന്നെയാ പ്രശ്നം. നീ ഇവിടുത്തെ വെറും ഒരു അതിഥി മാത്രമാ. ഒരംഗത്തെ പോലെ സ്വാതന്ത്ര്യം എടുക്കുമ്പോഴാ ഈ വീട്ടിലുള്ളവർ അസ്വസ്ഥരാവുന്നത്. ഇന്നലെ തന്നെ ഞങ്ങളുടെ ബെഡ്റൂമിലേക്ക് അനുവാദം പോലും ചോദിക്കാതെ കയറി വന്നത് തീരെ ശരിയായില്ല. മഞ്ജുവിന് പോലും ദേഷ്യം വന്നു. സോറി, നിങ്ങളെ ബുദ്ധിമുട്ടിക്കാനുള്ള ഒരു ഉദ്ദേശം എനിക്കുണ്ടായിരുന്നില്ല. ഗിരിയേട്ടൻ പറഞ്ഞ പോലെ എനിക്ക് നിങ്ങളോടൊക്കെ ഒരു സ്വാതന്ത്ര്യം ഉണ്ടെന്ന് ഞാൻ കരുതിപ്പോയി. അത് തെറ്റാണെന്ന് എനിക്കിപ്പോ മനസ്സിലായി. ഞാൻ പ്രീതിയെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. എനിക്കെല്ലാം മനസ്സിലായി ഗിരിയേട്ടാ. ഞാനൊരു ശപിക്കപ്പെട്ട ജന്മോ. ഞാൻ സ്നേഹിക്കുന്നവർക്കൊക്കെ എന്നെ കൊണ്ട് ഉപദ്രവം മാത്രമേ ഉണ്ടാവാറുള്ളൂ. ആദ്യം എന്റെ അച്ഛൻ, ഇപ്പൊ ഗിരിയേട്ടൻ. എല്ലാവരും ഞാൻ കാരണം ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടേ ഉള്ളൂ. പ്രീതി കരയരുത്. കരയരുത് പ്രീതി. സോറി ഗിരിയേട്ടാ. പ്രീതി, പ്രീതി വിട. സോറി ഗിരിയേട്ടാ, സോറി. പ്രീതി, പ്രീതി, നീ എപ്പോ വന്നു? ഞാനിപ്പോ ഒന്നുള്ളൂ. ഞാൻ മഹിമയുടെ ആവശ്യത്തിനായിട്ട് മഞ്ജുനെ കാണാൻ വന്നതാ. അവള് അമ്മയുടെ കൂടെ അമ്പലത്തിൽ പോയിരിക്കുക. ഇപ്പൊ വരും. നീ ഇരിക്ക. വേണ്ട, ഞാൻ പിന്നെ കണ്ടോളാം. നിന്നെ ഉപദേശിക്കാനുള്ള സ്വാതന്ത്ര്യമൊന്നും ഇപ്പം എനിക്കില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ നിന്നോടിപ്പോൾ അത് പറഞ്ഞില്ലെങ്കിലേ ഞാൻ ചിലപ്പോൾ ജീവിതകാലം മുഴുവൻ പശ്ചാത്തപിക്കേണ്ടി വന്നെന്ന് വരും. ആ പ്രീതി, അവളെ നല്ല ഒന്നാം തരം വിഷോ. അവളെ എത്രയും പെട്ടെന്ന് വീട്ടിൽ നിന്ന് പുറത്താക്കുന്നുവോ അത്രയും നല്ലത്. നീ സ്വയം ന്യായീകരിക്കൊന്നും വേണ്ട. നിനക്ക് നിന്റെ സ്വഭാവത്തിന്റെ വിധ നല്ല വിശ്വാസം ഉണ്ടായിരിക്കും. പക്ഷേ ഒരു നിമിഷത്തെ ചാഞ്ചാട്ടം മതി വലിയൊരു തെറ്റ് സംഭവിക്കാൻ. മഞ്ജുവിനോട് അങ്ങനെ ഒരു ചതി നീ ചെയ്ത ദൈവം പോലും നിന്നോട് ക്ഷമിക്കില്ല.